ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആഴ്ചകളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൽ നോക്കിയാൽ ഒരു അര കപ്പ് നിറച്ചുണ്ട്. അല്ലാതെ നമ്മൾ വെയ് നോക്കുകയാണെങ്കിൽ 25 ഗ്രാം. 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കാം. ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നത് തലയും വാലും കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നതാണ്. അങ്ങനെ വാങ്ങിക്കാനും കിട്ടും. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നല്ലത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചകളോളം കേടുകൂടാണ്ട് റൂം ടെമ്പറേച്ചർ വെക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേജ് പറഞ്ഞാൽ നല്ല ക്രഞ്ചി ആയിരിക്കണം, ക്രിസ്പി ആയിട്ടിരിക്കണം. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യാം. മുരുമുരാന്നിരിക്കണം. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ, 10 അല്ലി ചുമന്നുള്ളി ഇച്ചിരി കൂടുതലെടുക്കും, 4 കഷ്ണം വെളുത്തുള്ളി, ഒരു ടീസ്പൂണോളം ഇഞ്ചി, 1 ടീസ്പൂൺ നിറച്ചില്ല, ഒരു 3/4 ടീസ്പൂൺ കാണും ഇഞ്ചി സ്ലൈസ് ചെയ്തത്. അതേപോലെ ഉണക്കമുളക് 3 എരിവുള്ള മുളക് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്. അതേപോലെ എരിവില്ലാത്ത മുളക് 2 എടുത്തിട്ടുണ്ട്. ഇത് ബേഡിഗ ചില്ലിയാണ്. ബേഡിഗയോ കാശ്മീരി ചില്ലിയോ ഉപയോഗിക്കും. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ തേങ്ങയിലൊക്കെ വെള്ളമയം നന്നായിട്ട് മാറി നന്നായിട്ട് റോസ്റ്റഡ് ആവണം. എന്നാലേ നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക. അപ്പോൾ തേങ്ങ നമ്മൾ ലോ ഫ്ലെയിമിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് ഒരു 1.5 ടീസ്പൂണോളം എണ്ണ ചേർക്കാം. കുക്കനട്ട് ഓയിൽ വീണ്ടും ലോ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങി. ഈ സ്റ്റേജിൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീനൂടെ ചേർക്കാം. അതിനൊപ്പം കുറച്ച് കറിവേപ്പില, ചെറിയ പിടി കറിവേപ്പില. ഇനിയും ആ കറിവേപ്പില നല്ല ക്രിസ്പ് ആവണം. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് കുക്ക് ചെയ്യുന്നത്. ഇത് ഓഫ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. അത് കൂടാതെ ഒരു നുള്ള് കായംപൊടി, വളരെ കുറച്ച് കായംപൊടി. ഇത് ചൂട് മൊത്തം ആറിയ ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന മിക്സർ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് വേണം പൊടിക്കാനായിട്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള പുളി. ഞാൻ എടുത്തേക്കുന്ന വാളൻ പുളിയാണ്, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളി. പൾസ് ചെയ്താണ് എടുത്തത്. വല്ലാണ്ട് അങ്ങ് അരിഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കും. മിക്സിയിൽ അരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരഞ്ഞു പോകരുത്. അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എണ്ണമയം ഇറങ്ങും. തേങ്ങ വറുത്താണല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പൾസ് ചെയ്ത് വേണം നമ്മൾ ചതച്ചെടുക്കാൻ. ഈ ഒരു പരുവത്തിലെടുത്തു. ഇത് നമ്മൾ മിക്സിയിൽ ചതയ്ക്കുമ്പോൾ ചെറുതായിട്ട് ചൂടാവും. ആ ചൂട് മൊത്തം ആറിയ ശേഷം വേണം ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. ഉണക്കമീൻ ചമ്മന്തിപ്പൊടി നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഒരു 100 ഗ്രാമോളം ഉണ്ടാവും. വെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് ആഴ്ചകളോളം സൂക്ഷിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക.
അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.